വീണ്ടെടുത്ത മശിഹാ തമ്പുരാൻ ഖബറിൽ ആയിരിക്കുമ്പോൾ പാതാളലോകത്തേക്ക് ഇറങ്ങിച്ചെന്ന് സകല മരിച്ചുപോയവരോടും സുവിശേഷം അറിയിച്ച് പ്രത്യാശയും വീണ്ടെടുപ്പും ആദാമ്യകുലം മുഴുവനും രക്ഷയും പ്രദാനം ചെയ്ത ആ മഹത്തരമായ കഷ്ടാനുഭവവും മരണവും മശിഹ സ്കീപ്പ മൃതി കഷ്ടതകൾക്കായി വന്നോനെ നമുക്ക് ആ ഗാനം ഏറ്റുചൊല്ലി നമ്മുടെ കർത്താവിൻ്റെ കബറടക്കത്തിൻ്റെ ആ മഹത്തരമായ അനുഭവത്തിൽ പങ്കുചേരാം. ും
ജാതി കലവൻ മാരും ആശാര്യന്മാർവരും വന്നാമോദാ കൂപ്പി ദേവാ ദയുണ്ടാകേണം നാദാ കൃപ തോന്നേണമൻ പാ. നീബിയും നിബി സഞ്ജയമം നഗരോ താനും ലേവ്യന്മാരും പട്ടക്കാരും തന്നെ കൂപ്പി നെടുനാളായി തന്നെ ദർശിച്ചപ്പോൾ നദിയും സ്തുതിയും പകരം നൽകി ദേവാ ദയുണ്ടാകേണം നാദാ കൃപ തോന്നേണമൻ പാ. തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം നീക്കിക്കളഞ്ഞ നിത്യജീവനിലേക്ക് ഞങ്ങളെ പങ്കാളിയാക്കി തിരിച്ചു കൊണ്ടുവന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മൃതരായവർക്ക് ഉയിർപ്പും ഞങ്ങൾക്ക് കൃപയും അവിടുന്ന് നൽകണമേ എന്ന് നമുക്ക് ഉച്ചത്തിൽ നമ്മുടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഒരുമിച്ച് പാടാം. മൃതിയാൽ അടിയാരുടെ മൃതി പോക്കിയ മശിഹ, മൃതരായോർക്കുയിരും ഞങ്ങൾക്ക് കൃപയും അരുളേണമേ. അടിയാരുടെ മൃതി പോക്കിയ മശിഹ യോർക്കുയിരും ഞങ്ങൾ അരുൾ കൃപയും മൃതി
ലോകം മുഴുവനും രക്ഷിതാവായ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെയും കുരിശുമരണത്തെയും അനുസ്മരിക്കുന്ന അനുഗ്രഹീതമായ രക്ഷാകരമായ ഈ ദിവസം ദുഃഖവെള്ളിയാഴ്ചയെന്നോ വലിയ വെള്ളിയാഴ്ചയെന്നോ ഒക്കെ അറിയപ്പെടുന്ന ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനത്തിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. സുറിയാനി സഭയുടെ ക്രമീകരണമനുസരിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഈ ദിവസത്തെ പൂർണ്ണമായി കർത്തൃതിരുസന്നിധിയിലായിരുന്ന ആ രക്ഷണ്യ പ്രവർത്തനങ്ങളെയും നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണത്തോട് കഷ്ടാനുഭവത്തോട് ചേർന്നുള്ള സകലവും അനുഭവേദ്യമാക്കി തീർക്കുന്ന ശുശ്രൂഷകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം കണ്ടു കഴിഞ്ഞല്ലോ. നിൻ്റെ പാത നിൻ്റെ നാഥൻ്റെ പാതയാണ്. നിൻ്റെ നാഥൻ്റെ പാത കുരിശിൻ്റെ പാതയാണ്. ആ പാതയിലൂടെ നിൻ്റെ നാഥൻ നടന്നു നീങ്ങിയപ്പോൾ അനേക സ്ഥലങ്ങളിൽ വീണു. പക്ഷേ ആ കുരിശല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ആ ഉയർപ്പിൻ്റെ പ്രത്യാശയാണ് ഓരോ ക്രിസ്ത്യാനിക്കും ഈ കഷ്ടാനുഭവത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും നൽകപ്പെടുന്ന ഏറ്റവും വലിയ സന്ദേശം. കാൽവരിയിൽ നിന്ന് ഒഴുകിയ രക്തം നമ്മുടെ പാപക്കറകളെ കഴുകി വെടിപ്പാക്കി ജീവിതത്തെ ശുദ്ധീകരിച്ച് പ്രത്യാശയോടും സമാധാനത്തോടും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ കാരുണ്യവാനായ കാൽവരിയിൽ യാഗമായി തീർന്ന നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ പ്രേക്ഷകർക്കും പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും സ്വർഗീയമായ സമാധാനവും നേരുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.